Find the modulus and argument of the complex number z is equal to 1 plus I by 1 minus I. So let z is equal to 1 plus I divided by 1 minus I. See, multiplying the numerator and denominator by 1 plus I. Numerator is 1 plus I the whole square by denominator is 1 square minus I square. Now 1 plus I the whole square is 1 plus 2I plus I square divided by 1 minus I square is minus 1. Okay, that is equal to 1 plus 2I, I square is minus 1 by 1 plus 1, 2. So 1 minus 1 get cancelled. 2I divided by 2 which is equal to I. So the complex number is I. Now modulus argument form of this complex number. So modulus of complex number, mod z is equal to modulus of I which is equal to 1. Now I is a point on the positive y axis. See, the position of I is here. Position of I എന്ന് പറയുന്നത് 0, 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതാണ് I. അപ്പോൾ ഇവിടെ പോസിറ്റീവ് എക്സൈസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണ്. സോ ആർഗ്യുമെന്റ് ഓഫ് I എന്ന് പറയുന്നത്, ആർഗ്യുമെന്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ z എന്ന് പറയുന്നത് π/2 ആണ്. അങ്ങനെയാണെങ്കിൽ z-നെ നമുക്ക് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ മോഡുലസ് r മോഡുലസ് ഓഫ് z ആണ് 1 ആണ്. കോസ് ഓഫ് π/2 പ്ലസ് I സൈൻ ഓഫ് π/2 എന്ന് കിട്ടും. Okay, that is the modulus argument form. Now the multiplicative inverse, find its multiplicative inverse. So multiplicative inverse of I, multiplicative inverse of z എന്ന് പറയുന്നത് 1 by z ആണ്. That is here 1 by I. So what is 1 by I? 1 by I എന്ന് പറയുന്നത് മൈനസ് I ആണ്. കാരണം I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ ഐയും താഴെ I സ്ക്വയറും വരും. That is I by minus 1 minus I എന്നാവും. മൈനസ് ഐനെ എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതിയാൽ 0 പ്ലസ് മൈനസ് 1 ഇൻറ്റു I എന്ന് കിട്ടും. ഓക്കെ, now see the second problem. Express the complex number z is equal to 1 plus 5 plus I, 5 plus I divided by 2 plus 3I. ഒരു 2 മൈനസ് 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 മൈനസ് 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 5 ഇൻറ്റു 2 10, 5 ഇൻറ്റു മൈനസ് 3i മൈനസ് 15i, I ഇൻറ്റു 2 പ്ലസ് 2i, I ഇൻറ്റു മൈനസ് 3i മൈനസ് 3i സ്ക്വയർ. ഡിനോമിനേറ്റർ കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും ആണ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്നാവും. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു I സ്ക്വയർ നെഗറ്റീവ് 1 ആണ്, ഇത് പ്ലസ് 3 ആവും. 10 പ്ലസ് 3 13 ആവും. 13 മൈനസ് 13i ബൈ 13 എന്ന് കിട്ടും. 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 by 13 മൈനസ് 13i by 13, that is 1 minus I. So that is the complex number 1 minus I. So that is the first part. Now represent this complex number in polar form, that is the modulus argument form. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കാണാം, മോഡ് z ആണ്. ഇവിടെ അത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1ൻ്റെ സ്ക്വയർ വരും, അത് റൂട്ട് 2 ആണ്. ഓക്കെ, ആർഗ്യുമെൻറ്റ് കാണാൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് y/x എന്ന് എടുക്കുക. ദറ്റ് ഈസ് മോഡുലസ് ഓഫ് മൈനസ് 1/1. y ഇമാജിനറി പാർട്ട് നെഗറ്റീവ് 1 ആണ്. സോ ഇത് 1 എന്ന് കിട്ടും. സോ തീറ്റയുടെ വാല്യൂ π/4 എന്ന് കിട്ടും. ഇതെല്ലാം ആർഗ്യുമെൻറ്റ്. ഇനി ഇത് ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും, ദാറ്റ് ഈസ് റിയൽ പാർട്ട് പോസിറ്റീവ്, ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആണ്. ഇത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. സോ ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറയുന്നത് മൈനസ് തീറ്റ ആണ്. ദാറ്റ് ഈസ് മൈനസ് π/4 എന്ന് കിട്ടും. ഓക്കെ, സോ z ഈക്വൽ ടു, അപ്പോൾ പോളാർ ഫോമിൽ എങ്ങനെ എഴുതാം? z ഈസ് ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു കോസ് ഓഫ് മൈനസ് π/4 പ്ലസ് I സൈൻ ഓഫ് മൈനസ് π/4 എന്ന് കിട്ടും. ഓക്കെ,
See the third problem. Consider the complex number z is equal to 2 plus I divided by 1 plus I into 1 minus 2i. Okay. Expressed in the form a plus ib ആണ്. അപ്പോൾ ന്യൂമറേറ്റർ 2 plus i തന്നെയാണ്. ഡിനോമിനേറ്റർ ബ്രാക്കറ്റ് സിംപ്ലിഫൈ 1 into 1 1 minus 2i plus i അടുത്തത് minus 2i square എന്ന് വരും. ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ that is 2 plus i divided by 1 minus 2i plus i minus 2i plus i minus i ആവും. ഓക്കെ, പ്ലസ് 2 എന്ന് കിട്ടും. പ്ലസ് 2 വരാൻ കാരണം ഐ സ്ക്വയർ നെഗറ്റീവ് 1 ആണ്, അത് പ്ലസ് 2 ആവും. ഓക്കെ, ദാറ്റ് ഈസ് 2 plus i divided by 2 plus i divided by ഇത് 3 മൈനസ് ഐ എന്നാവും. 3 മൈനസ് ഐ ഒരു 3 plus i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 plus i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 plus 2i plus 3i plus i square by ഇത് 3 square minus i square എന്നാവും. ഐ സ്ക്വയർ നെഗറ്റീവ് 1 ആണ്. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 6 plus 5i minus 1 by 9 minus 1 9 minus 1 എന്നാവും. ഓക്കെ, ദാറ്റ് ഈസ് 5 plus 5i by 10 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 by 10 plus 5 by 10i എന്നാവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 plus 1 by 2i എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി കോംപ്ലക്സ് നമ്പർ. ഇനി പോളാർ ഫോമിൽ എഴുതാം. പോളാർ ഫോമിൽ എഴുതുന്നതിന് ആദ്യം മോഡുലസ് വേണം. ആർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് 1/2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ എന്നാണ്. അപ്പോൾ റൂട്ട് ഓഫ് 1/4 പ്ലസ് 1/4 എന്നാവും. അത് റൂട്ട് ഓഫ് 1/2 എന്നാവും. ദാറ്റ് ഈസ് 1/√2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി മോഡുലസ്. അടുത്തത് ആർഗ്യുമെൻറ്റിന് ആണ് ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് വൈ ബൈ എക്സ് എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 1/2 ഡിവൈഡഡ് ബൈ 1/2 മോഡുലസ് ഓഫ് 1 എന്നാവും. അത് 1 എന്നാണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ π/4 എന്ന് കിട്ടും. ഇവിടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് തീറ്റയാണ്. അത് π/4 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇസഡിനെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമിൽ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, that is 1/√2 into cos of π/4 plus i sin of π/4 എന്ന് കിട്ടും. മോഡുലസ് ആർഗ്യുമെൻ്റ് ഫോം അല്ലെങ്കിൽ പോളാർ ഫോം എല്ലാ ബോർഡ് എക്സാമിനും ഒക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, now see the fourth one. z is equal to 1/1 minus i. ഒരു 1 plus i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 plus i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 1 plus iയും ഡിനോമിനേറ്റർ 1 square minus i square എന്നാവും. ദാറ്റ് ഈസ് 1 plus i ഡിവൈഡഡ് ബൈ 1 minus 1, ദാറ്റ് ഈസ് 1 plus i ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/2 plus 1/2 i എന്നാണ്. ഓക്കെ, now r is equal to, that is the form of a plus ib. now മോഡുലസ് ആർഗ്യുമെന്റ് ഫോമിൽ r is equal to mod z ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 1/2 സ്ക്വയർ. നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം തന്നെ 1/2 സ്ക്വയർ. അപ്പോൾ അത് മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ടിനകത്ത് 1/2 ആവും. ദാറ്റ് ഈസ് 1/√2 എന്ന് കിട്ടും. ഓക്കെ, now tan തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് y ബൈ എക്സ് ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 1/2 ബൈ 1/2 1 എന്ന് കിട്ടും. അപ്പോൾ തീറ്റയുടെ വാല്യൂ π/4 ആണ്. സോ ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് π/4 വരും, ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട്. So z is equal to r into cos theta plus I sin theta അപ്ലൈ ചെയ്താൽ 1/√2 into cos π/4 plus I sin π/4 എന്ന് കിട്ടും. That is the modulus argument form. Okay. Now represent the complex number in the polar form. Fifth one, z is equal to 1 plus i√3 z. So r is equal to modulus of z, that is root of 1 square plus √3 square,
that is root of 1 plus 3 root 4 ആവും 2 ആവും. Now tan theta is equal to modulus of y by x ആണ്, that is modulus of root 3 divided by 1. അപ്പോൾ tan theta root 3 ആവുമ്പോൾ pi by 3 tan 60 ആണ്. ഓക്കെ, ഇത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. സോ ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് തീറ്റ തന്നെയാണ്, അത് പൈ ബൈ 3 ആവും. ദെർഫോർ അപ്പോൾ ഇസഡിനെ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു കോസ് പൈ ബൈ 3 പ്ലസ് ഐ സൈൻ പൈ ബൈ 3. ഓക്കെ, that is the modulus argument form or polar form. Now express 2 plus I by 2 minus I in the form of A plus IB. Okay, so let Z is equal to 2. For the second part, let Z is equal to 2 plus I divided by 2 minus I. Multiplying the numerator and denominator by 2 plus I. Okay, so numerator is 2 plus I the whole square divided by denominator is 2 square minus I square. 2 plus I the whole square is A square plus 2AB plus B square by 4 minus minus 1. That is 4 plus 4I minus 1 by 5. Okay, that is 3 plus 4I by 5. Okay, that is 3 by 4. 3 by 4 plus 4 by 3 by 5. 3 by 5 plus 4 by 5I. Okay. Now consider the complex number Z is equal to 5 minus root 3I divided by 4 plus 2 root 3I. Okay, now express in the form of A plus IB. So multiplying the numerator and denominator by 4 minus 2 root 3I കൊണ്ട് multiply 4 minus 2 root 3I. Okay, അപ്പോൾ ന്യൂമറേറ്റർ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 4 20 മൈനസ് 5 ഇൻറ്റു 2 8 റൂട്ട് 3I. അടുത്തത് 4 ഇൻറ്റു മൈനസ് 4 റൂട്ട് 3I. അടുത്തത് പ്ലസ് 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ആവും. 2 ഇൻറ്റു 3 ഇൻറ്റു I സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും ആണ് 4 സ്ക്വയർ പ്ലസ് 2 റൂട്ട് 3യുടെ സ്ക്വയർ എന്നാവും. ഓക്കെ, അപ്പോൾ 20 മൈനസ് 8 മൈനസ് 4 മൈനസ് 12 റൂട്ട് 3I. അടുത്തത് മൈനസ് 6 ആവും ബൈ 16 പ്ലസ് 12 2 റൂട്ട് 3യുടെ സ്ക്വയർ 12 ആവും. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു 20 മൈനസ് 6 എന്ന് പറയുന്നത് 14 മൈനസ് 14 മൈനസ് 5 ഇൻറ്റു 2 ഇവിടെ 10 ആണല്ലേ, ഒരു കറക്ഷൻ ഉണ്ട് 10 ആണ്. അപ്പോൾ മൈനസ് 10 മൈനസ് 14 ആവുന്നത് മൈനസ് 4 മൈനസ് 14 റൂട്ട് 3I 14 മൈനസ് 14 റൂട്ട് 3I ഡിവൈഡഡ് ബൈ 28 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 14 ഡിവൈഡഡ് ബൈ 28 മൈനസ് 14 root 3 divided by 28I, that is 1 by 2 minus 1 by root 3 by 2. 1 by 2 minus root 3 by 2I. Okay, now we have to write this complex number in polar form. Let R is equal to root of A square plus B square 1 by 2 square plus negative root 3 by 2 square, that is root of 1 by 4 plus 3 by 4 അത് 1 ആവും. സോ മോഡുലസ് ഓഫ് Z 1 ആണ്. ഇനി ആർഗ്യുമെൻറ്റ് കാണാൻ ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് y by x എന്നാണ്. ദറ്റ് ഈസ് മോഡുലസ് ഓഫ് മൈനസ് റൂട്ട് 3 by 2 ഡിവൈഡഡ് ബൈ 1 by 2. അപ്പോൾ ഇത് റൂട്ട് 3 എന്ന് കിട്ടും.
തീറ്റയുടെ വാല്യൂ പൈ ബൈ 6 ആണ്, സോറി പൈ ബൈ 3 ആണ്. തീറ്റയുടെ വാല്യൂ പൈ ബൈ 3 ടാൻ 60 ആണ്. ഇനി ഇത് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവും ആണ്, അതുകൊണ്ട് ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും. ദെയർഫോർ ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് മൈനസ് തീറ്റയാണ്, മൈനസ് പൈ ബൈ 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇസഡിനെ മോഡുലസ് ആർഗ്യുമെൻറ്റ് ഫോമിൽ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ദറ്റ് ഈസ് 1 ഇൻറ്റു കോസ് മൈനസ് പൈ ബൈ 3 കോസ് ഓഫ് മൈനസ് പൈ ബൈ 3 പ്ലസ് ഐ സൈൻ ഓഫ് മൈനസ് പൈ ബൈ 3. Okay, that is the polar form. Next one, express the following complex number in the form of a plus ib. Let z is equal to 1 plus I minus 1 minus 6i plus 2 plus I. Okay, that is 1 plus I minus 1 plus 6i plus 2 plus I. Okay, I might 1 minus 1 get cancelled, 2 real part is 2, 6i plus I, 7i plus I plus 8i, 2 plus 8i is the complex number. Now the second part, represent the complex number in polar form. Let z is equal to 1 plus I, r is equal to modulus of z, that is root of 1 square plus 1 square, that is root 2. Okay, now tan theta is equal to modulus of y by x, that is modulus of 1 by 1, that is 1, theta equal to pi by 4. Now x real part and imaginary part are positive, so argument of z is theta, that is in first quadrant, so pi by 4. Therefore z is equal to r into cos theta plus I sin theta, that is r root 2 into cos pi by 4 plus I sin pi by 4. That is the polar form. Okay. Next one, represent the complex number. Represent the complex number root 3 plus I in polar form. Okay, root 3 plus I in polar form. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ r is equal to modulus of z ആണ്. Let z is equal to root 3 plus I, r is equal to mod z, that is root of root 3 square plus 1 square 2 എന്നാവും. ഇനി ടാൻ തീറ്റയുടെ വാല്യൂ മോഡുലസ് ഓഫ് y ബൈ എക്സ് ആണ്. ഇവിടെ മോഡുലസ് ഓഫ് 1 ബൈ റൂട്ട് 3 പൈ ബൈ 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് 3 തന്നെയാണ് പൈ ബൈ 6 എന്നാണ്. ഇത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് പോസിറ്റീവ് ആണ്, സോ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് തീറ്റയാണ്, അത് പൈ ബൈ 6 തന്നെയാണ്. ദെർഫോർ പോളാർ ഫോം z is equal to r into cos theta plus I sin theta എന്നാണ്. ആറിൻ്റെ വാല്യൂ 2 into cos pi by 6 plus I sin pi by 6 എന്ന് കിട്ടും. Okay, now the second part, root 5x square, say quadratic equation, plus x plus root 5 equal to 0. We have to solve. So x is equal to minus b plus or minus root of b square minus 4ac divided by 2a. That is minus 1 plus or minus root of b square, 1 square minus 4 into root 5 into root 5 divided by 2 into root 5. Okay, minus 1 plus or minus root of 1 minus 20 by 2 root 5, that is minus 1 plus or minus root of minus 19 divided by 2 root 5. It's equal to minus 1 plus or minus root 19i divided by 2 root 5. So which is the solution of the given quadratic equation. Okay, next one, express 1 plus I by 1 minus I in the form of a plus ib.
in the form of a plus ib and represent 1 plus I by 1 minus I in polar form. Okay. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തതാണ്, അത് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ. നൗ solve the quadratic equation. Solve the quadratic equation. First one, minus x square plus x minus 2 equal to 0 എന്നാണ്. ഓക്കെ. ഇവിടെ എക്സിൻ്റെ വാല്യൂ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a by quadratic formula. That is minus 1 plus or minus root of b square, 1 square minus 4 into minus 1 into minus 2 by 2 into minus 1. That is minus 1 plus or minus root of 1 minus 8 divided by minus 2. Okay. That is equal to minus 1 plus or minus root of negative 7 by minus 2. That is minus 1 plus or minus root 7i by minus 2. So that is the solution. Now express I in the form of iz is equal to I ആണ്. ആറിൻ്റെ വാല്യൂ മോഡുലസ് ഓഫ് z ആണ്. മോഡുലസ് ഓഫ് I എന്ന് പറയുന്നത് 1 ആണ്. ഇനി നേരത്തെ നമ്മൾ കണ്ടതാണ് I ഈസ് എ കോംപ്ലക്സ് നമ്പർ ഇൻ ദി പോസിറ്റീവ് I ആക്സിസ്. ഇമാജിനറി ആക്സിസിൽ 0, 1 എന്ന് പറയുന്ന പോയിൻ്റാണ് I. സോ ആർഗ്യുമെൻ്റ് ഓഫ് z എന്ന് പറയുന്നത് π/2 ആണ്. അങ്ങനെയാണെങ്കിൽ z-നെ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്ന് എഴുതാം. ആറിൻ്റെ വാല്യൂ 1 ആണ്. കോസ് π/2 പ്ലസ് I സൈൻ π/2 എന്ന് എഴുതാം. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. I is equal to root of minus 1. So first part എന്താണ്, I plus I square plus etc plus I raised to 99 വാല്യൂ ആണ് അറിയേണ്ടത്. ഓക്കെ. I raised to 99. അപ്പം ഇതിൽ I plus I square plus I cube plus I raised to 4 എത്ര കിട്ടും? I square minus 1 I cube minus I raised to 4 1 എന്നാവും. ഇത് 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ആദ്യത്തെ 4 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. അടുത്ത 4 എണ്ണത്തിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത 4 എണ്ണത്തിൻ്റെ സം 0 ആയിരിക്കും. അങ്ങനെ സം ഓഫ് ടേംസ് അപ് ടു ദ പവർ ഓഫ് എത്ര വരെ 96 വരെ നമുക്ക് 4 എണ്ണം വീതം എടുക്കാൻ പറ്റും. ഓക്കെ. സോ സം ഓഫ് ദ ടേംസ് അപ് ടു ദ പവർ ഓഫ് 96. Therefore sum of the terms up to the power of 96 is 0 ആണ്. ഓക്കെ. ഇതിൽ 4 എണ്ണം വീതം വെച്ച് എടുത്തു കഴിഞ്ഞാൽ സമ്മ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് 1 2 3 4, അടുത്തത് 5 6 7 8, അടുത്തത് 9 10 11 12, അങ്ങനെ 96 വരെ സം ചെയ്താൽ 0 വരുമെന്നാണ്. ഇനി വരുന്നത് now the remaining terms are, അടുത്തത് I raised to, therefore the remaining terms are I raised to 97 plus I raised to 98 plus I raised to 99 എന്നാണ്. ഇതിൻ്റെ സം കണ്ടാൽ മതിയാവും. അതിൽ I raised to 99 97 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് 1 plus I plus I square എന്നാവും. ഓക്കെ. That is I raised to 97 into 1 plus I minus 1 എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ആവും. That is I raised to 97 into I, that is I raised to 98 എന്ന് കിട്ടും. 98നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 18 എത്ര കിട്ടും? 16. റിമൈൻഡർ 2 ആണ്. That is ഇതിനെ I raised to 4 the whole raised to 24 into I square എന്ന് എഴുതാം. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. I raised to 4 1 ആയതുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റിമൈൻഡർ 2 വരുമ്പോൾ I square വരും. അപ്പോൾ ഇത് 1 ആണ്. 1 into I square ആണ്. സോ നെഗറ്റീവ് 1 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് -1. ഓക്കെ. അടുത്തതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട്, കൺവേർട്ട്
1 minus I divided by cos pi by 4 plus I sin pi by 4 in polar form ആണ്. Okay. So second part, രണ്ടാമത്തെ പാർട്ടാണ്. Z equal to I minus 1 divided by cos pi by 4 plus I sin pi by 4. ഇതിനെ പോളാർ ഫോമിലേക്ക് മാറ്റണം. എ പ്ലസ് ഐ ബി ഫോമിലേക്ക് ആദ്യം മാറ്റുക, ദെൻ പോളാർ ഫോമിലേക്ക്. ഓക്കെ. അപ്പോൾ ഇത് I മൈനസ് 1 ന്യൂമറേറ്റർ ആണ്. ഇത് 1/√2 പ്ലസ് I ഇൻറ്റു 1/√2 എന്നാവും. ദാറ്റ് ഈസ് I മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇത് 1 പ്ലസ് I ഡിവൈഡഡ് ബൈ √2 എന്ന് കിട്ടും. റെസിപ്രോക്കലാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ √2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഇൻറ്റു I മൈനസ് 1 എന്നാവും. ഓക്കെ. is equal to ഇത് I minus 1 അല്ല 1 minus I ആണ്. സോറി, 1 minus I 1 minus I 1 minus I 1 minus I. So √2 into 1 minus I divided by 1 plus I ആണ്. ഒരു 1 minus I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 minus I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് √2 into 1 minus I the whole square divided by ഇത് a plus b into a minus b ആണ്, a square minus I square എന്നാവും. That is equal to √2 into ഇത് 1 minus 2I plus I square divided by 2 എന്ന്, I square minus 1 ആണ്, 2 എന്നാവും. ഓക്കെ. സോ ഈ √2 ഈ 2 ആയിട്ട് ക്യാൻസൽ ആയിട്ട് ഡിനോമിനേറ്റർ √2 കിട്ടും. സോ 1 minus 2I I square is minus 1 by √2. അപ്പോൾ 1 minus 1 ക്യാൻസൽ ആവും. minus 2I divided by √2. 2ഉം √2 ആയിട്ട് ക്യാൻസൽ ആകുമ്പോൾ മൈനസ് √2I എന്ന് പറയാം. ഓക്കെ. സോ കോംപ്ലക്സ് നമ്പർ ഈസ് minus √2I. Okay. Now modulus of this complex number, modulus of z is equal to modulus of minus √2I ആണ്, അത് √2 എന്നാവും modulus. Okay. Now argument, ഇതൊരു പ്യുവർലി നെഗറ്റീവ് ഇമാജിനറി നമ്പർ ആണ്. ഇത് നെഗറ്റീവ് IISൽ വരുന്നതാണ്. അതാ മൈനസ് √2I എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. 0, മൈനസ് √2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് മൈനസ് π/2 ആവും. ഓക്കെ. സോ ആർഗ്യുമെന്റ് ഓഫ് z is equal to minus π/2. Therefore z is equal to r into cos theta plus I sin theta. That is r ന്റെ വാല്യൂ √2 into cos of minus π/2 plus I sin minus π/2. Okay. Now the 12th one, if z is equal to √3 plus I, find the conjugate of z. ഒന്നാമത് z is equal to √3 plus I. Conjugate of z bar is equal to √3 minus I ആണ്. a plus I ബൈയുടെ കോൺജുഗേറ്റ് a minus IB ആണ്. അടുത്ത സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തതാണ്. √3 plus I പോളാർ ഫോമിലാക്കിയത് നമ്മൾ ചെയ്തതാണ്. അതൊന്ന് റെഫർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് 2x² plus 3x, a second degree equation. So x can be solved by the quadratic formula minus b plus or minus root of b square minus 4ac divided by 2a
that is equal to minus 3 plus or minus root of 3 square minus 4 into 2 into 1 by 2 into 2. Okay, so that's equal to minus 3 plus or minus root of 9 minus 8 root of 1. Okay, root of 1, 9 minus 4 into 2 into 2 root of 1 by 4 now. So that's equal to minus 3 plus or minus 1 by 4, minus 3 plus 1 by 4 and minus 3 minus 1 by 4, minus 2 by 4, minus 4 by 4, that is minus half and minus 1 are the roots of this quadratic equation. Okay. Next is solve root 3x square. Root 3x square plus x plus root 3 equal to 0. So x is minus 1 plus or minus root of 1 square minus 4 into root 3 into root 3 divided by 2 root 3. Okay, that is minus 1 plus or minus root of 1 minus 12 by 2 root 3, that is minus 1 plus or minus root of negative 11 by 2 root 3, that is minus 1 plus or minus root of 11i divided by 2 root 3. Root 11 divided by 2 root 3. Okay. Now second part is the polar form of the complex number 1 plus I root 3. Okay, second problem. So refer the question number 5. Question number 5 il nammal adu already cheyidu kazhinjadanu. Okay. Now the conjugate of, first part, the conjugate of 1 minus 2i. What is the conjugate of 1 minus 2i? Is 1 plus 2i. Okay. Now second one, express the complex number 2 plus 3i. 2 plus 3i by 1 minus 2i in polar form, in the form of a plus ib. Let z is equal to 2 plus 3i divided by 1 minus 2i. So multiplying by 1 plus 2i by 1 plus 2i, we have 2 into 1 2 plus 2 into 2i 4i plus 3i into 1 3i plus 6i square by, which is 1 square plus 2 square. Okay, that is 2 plus 7i minus 6 by 4 plus 1 5. 2 minus 6 is minus 4 plus 7i by 5, that is minus 4 by 5 plus 7 by 5i. So that is the representation in a plus ib form, minus 4 by 5 plus 7 by 5i. Now to solve the second degree, third one by quadratic formula, x is equal to minus 3 plus or minus root of 3 square minus 4 into 1 into 5 by 2 into 1 minus 3 plus or minus root of 9 minus 20 by 2 minus 3 plus or minus root of minus 11 by 2, that is minus 3 plus or minus root 11i divided by 2. Okay. Now represent the complex number 1 plus I root 3 in polar form. So first one, other question number 5 refer here. Okay. Now second one, find the square root of the complex number. Find the square root of the complex number minus 7 minus 24i. Okay. അപ്പോൾ സ്ക്വയർ റൂട്ടിനെ ലെറ്റ് എക്സ് പ്ലസ് ഐ വൈ എന്ന് ചൂസ് ചെയ്യുക. ലെറ്റ് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 7 മൈനസ് 24i. ഇത് സ്ക്വയർ ചെയ്താൽ
എക്സ് പ്ലസ് ഐ വൈനെ സ്ക്വയർ ചെയ്താൽ ഇത് 7 minus 24 i എന്നാവും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു -7 minus 24 i എന്നാവും. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം ഐ സ്ക്വയർ വരുന്നതുകൊണ്ടാണ്. സോ ഇതിൻ്റെ റിയൽ പാർട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നും ഇമാജിനറി പാർട്ട് 2xy എന്നും ആവും. -7 minus 24i. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ -7 എന്നും 2xyയുടെ വാല്യൂ -24 എന്ന് കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണാൻ പോവുകയാണ്. ഓക്കെ, അതിനാണ് നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിനോട് കൂടി ഒരു 4xy ആഡ് ചെയ്താൽ മതി. 4xy ആഡ് ചെയ്താൽ മതി, 4ab ആഡ് ചെയ്താൽ മതി. 4xy അല്ല, 4ab ആഡ് ചെയ്താൽ മതി. ഇനി എയും ബിയും എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയറും ഒരു 4x സ്ക്വയർ വൈ സ്ക്വയറും ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ -7 ആണ് ഇതിൻ്റെ വാല്യൂ. -7 ദ ഹോൾ സ്ക്വയർ 4x സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2xyയുടെ സ്ക്വയർ ആണ്. -24ൻ്റെ സ്ക്വയർ ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് 49 പ്ലസ് 576 എന്ന് കിട്ടും. 625 എന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ 625ൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടും. അത് 25 ആണ്. നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ -7 ആണ്. ഇത് ആഡ് ചെയ്താൽ 2x സ്ക്വയറിൻ്റെ വാല്യൂ 18 എന്നും എക്സ് സ്ക്വയർ 9 എന്നും എക്സിൻ്റെ വാല്യൂ +or-3 എന്ന് കിട്ടും. ഇനി എക്സ് സ്ക്വയർ 9 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ 9 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്ക്വയറിൻ്റെ വാല്യൂ, അപ്പോൾ എക്സ് സ്ക്വയറിന് 9 എന്ന് കൊടുത്താൽ 9 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്നും, അപ്പോൾ ഇതിനകത്തുനിന്ന് വൈ സ്ക്വയറിൻ്റെ വാല്യൂ 16 എന്നും വൈയുടെ വാല്യൂ +or-4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കേണ്ടത് ഇതിനകത്ത് എക്സ് വൈ ഏത് ചൂസ് ചെയ്യാൻ പറ്റും. എക്സിന് ഇവിടെ 2 വാല്യൂ ഉണ്ട്, വൈക്ക് 2 വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുന്നതെന്നറിയാൻ 2xy പ്രോഡക്റ്റ് എക്സും വൈയും കൂടെ പ്രോഡക്റ്റ് നെഗറ്റീവ് കിട്ടണം. അപ്പോൾ എക്സും വൈയും കൂടെ പ്രോഡക്റ്റ് നെഗറ്റീവ് കിട്ടണമെങ്കിൽ എക്സ് ഒരെണ്ണം പോസിറ്റീവും എക്സ് 3 എന്നും വൈ -4 എന്നും എടുക്കാം. അല്ലെങ്കിൽ എക്സ് -3 എന്നും വൈ 4 എന്നും എടുക്കാം. Therefore the square roots are ഏതൊക്കെയാണ്? 3 - 4i and -3 + 4i. So these are the square roots. Okay. Now the next one, I raised to -35 ആണ്. I raised to -35നെ നമുക്ക് 1/i raised to 35 എന്ന് എഴുതാം. ഇനി ചെയ്യേണ്ടത് 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 32 ആണ്, റിമൈൻഡർ 3 വരും. അപ്പോൾ ഇത് 1/i³ എന്നാവും. തന്നെ I raised to 4 the whole raised to 8 എന്നാണ്, ഇൻറ്റു i³ എന്ന് കിട്ടും. ഇത് 1 ആണ്. സോ 1/i raised to 4 1 ആയതുകൊണ്ട് ഇത് 1 ആണ്. 1 × i³ എന്ന് കിട്ടും. i³ വാല്യൂ -i ആണ്. 1/i³ വാല്യൂ നമുക്ക് i³ എന്ന് എഴുതാം. i³ -i എന്നാണ്. 1/-i. ദാറ്റ് ഈസ് നെഗറ്റീവ് സൈൻ ഉണ്ട്. 1/i എന്നാണ്. 1/i വീണ്ടും -i ആവും. സോ -(-i) എന്ന് കിട്ടും. i എന്നാണ് ആൻസർ. ഓക്കെ, I raised to -35i ആണ്. ഇനി സെക്കൻഡ് വൺ നമ്മൾ ചെയ്തതാണ് √3 + ia മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, √3 + i നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8ൽ നമ്മൾ ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 റെഫർ ചെയ്താൽ മതി. സെക്കൻഡ് വണ്ണിന് ക്വസ്റ്റ്യൻ നമ്പർ 8, അതുപോലെ തേർഡ് വണ്ണും ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഓക്കെ, next one, which of the following is the real part and imaginary part of the complex number z is equal to 1 + i by 1 - i minus 1 - i by 1 + i എന്ന്. ഇത്
ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 plus I the whole square minus 1 minus I the whole square by 1 minus I into 1 plus I എന്ന് കിട്ടും. ഇത് 1 plus 2I plus I സ്ക്വയറും മൈനസ് ഇത് 1 minus 2I plus I സ്ക്വയറും ആണ്. ബൈ ഇത് 1 സ്ക്വയർ മൈനസ് I സ്ക്വയർ ആവും. ഇത് 1 മൈനസ് 1 ക്യാൻസൽ ആവും. ഇവിടെയും 1 I സ്ക്വയർ മൈനസ് 1 ആണ്, കട്ടാവും. സോ 2I മൈനസ് മൈനസ് 2I 4I ബൈ I സ്ക്വയർ മൈനസ് 1 ആണ് 2 എന്ന് കിട്ടും. സോ ഇത് 2I എന്ന് കിട്ടും. ഓക്കെ, 2I നമുക്ക് 0 പ്ലസ് 2I എന്ന് എഴുതാം. സോ റിയൽ പാർട്ട് ഈസ് 0, ഇമാജിനറി പാർട്ട് ഈസ് 2. റിയൽ പാർട്ട് ഈസ് 0 ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് 2. ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ, എക്സ്പ്രസ് ദ നമ്പർ I ഇൻ ദ ഫോം, ഐനെ പോളാർ ഫോമിൽ എഴുതാനായിട്ടാണ്. Z ഈസ് നമ്മൾ ചെയ്തതാണ്. Z ഈസ് ഈക്വൽ ടു I ആണ്. മോഡ് ഇസഡിൻ്റെ വാല്യൂ 1 വരും. ആർഗ്യുമെൻ്റ് ഓഫ് Z എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ ഇസഡിനെ 1 ഇൻറ്റു കോസ് π/2 പ്ലസ് I സൈൻ π/2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ പോളാർ ഫോമിൽ എഴുതാം. ഇനി തേർഡ് വൺ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അത് ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണെന്ന് തോന്നുന്നു അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ √5 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. √5 x സ്ക്വയർ √5 x സ്ക്വയർ പ്ലസ് x ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 1. റൈറ്റ് ദി റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ Z ഈസ് ഈക്വൽ ടു -3 പ്ലസ് റൂട്ട് ഓഫ് -7 √7I എന്ന് എഴുതാം. ഓക്കെ, സോ റിയൽ പാർട്ട് ഓഫ് Z -3, imaginary part of Z √7. Okay, find the modulus